आदिशक्ति नमो नमः, सर्वशक्ति नमो नमः, प्रथम भगवती नमो नमः, कुंडलिनी माता शक्ति नमो नमः, आदिशक्ति नमो नमः, सर्वशक्ति नमो नमः, प्रथम भगवती नमो नमः, कुंडलिनी माता शक्ति नमो नमः। आदिशक्ति नमो नमः, सर्वशक्ति नमो नमः, प्रथमा भगवती नमो नमः, कुंडलिनी माता शक्ति नमो नमः, माता शक्ति नमो नमः, नमो नमः। മൂകാംബിക ദേവിയുടെ പൂങ്കാവനമായ അമ്പാവനം ഉൾപ്പെടുന്ന കുടജാദ്രിയിലേക്കുള്ള യാത്ര ജീവിതയാത്ര തന്നെയാണ്. സമതലങ്ങളും ആഴങ്ങളും വീണ്ടും പുൽമേടുകളും താണ്ടിയുള്ള യാത്ര. മുകളിലേക്ക് പോകുന്തോറും ദേവീ സാന്നിധ്യം മനസ്സിൽ രൂഢമൂലമാകും. ആദിശങ്കരന് പ്രത്യക്ഷയാകും മുൻപ് ദേവി മൂകാസുരനെ നിഗ്രഹിച്ചത് കുടജാദ്രിയിൽ വെച്ചാണ്. മൂകാസുരനെ വധിച്ചതുകൊണ്ട് ആദിപരാശക്തി മൂകാംബികയായെന്ന് വിശ്വാസം. കുടജാദ്രിയുടെ ഹൃദയരേഖ തൊടുന്നതിനു മുൻപ് ദേവിയുടെ 2 ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ മനസ്സർപ്പിക്കണം. മുകളിലും താഴെയുമായി നിൽക്കുന്ന 2 ക്ഷേത്രങ്ങളിലും 2 വിധികളിലാണ് പൂജ. കൊല്ലൂരിൽ കുടികൊള്ളുന്നതിന് മുൻപ് ദേവി മൂകാസുരനെ വധിച്ചതെന്ന് വിശ്വസിക്കുന്ന ശൂലം താഴെയുള്ള ക്ഷേത്രത്തിലുണ്ട്. കാലപ്പഴക്കം നിർണയിക്കാനാവാത്ത ഈ ആയുധത്തിന് നൂറ്റാണ്ടുകളായി മഴയും വെയിലുമേറ്റിട്ടും തുരുമ്പ് പിടിച്ചിട്ടില്ലെന്നത് മറ്റൊരത്ഭുതം. കാലഭൈരവ ക്ഷേത്രവും തൊട്ടടുത്തായുണ്ട്. ഈ നവരാത്രി കാലം മുതൽ ഇവിടെ അന്നദാനം ആരംഭിച്ചിട്ടുണ്ട്. ಶಿವರಾತ್ರಿ ಉತ್ಸವ ഉണ്ട് ഇവിടുത്തെ ನಮ್ಮ മുകളിൽ സർവജ്ഞപ്പെട്ട് ശിവരാത്രിയിൽ പോകും. ശങ്കരാചാര്യ ഇരുന്ന സ്ഥലം ചിത്രമൂലം. ഇത് കാലഭൈരവ ഉഗ്രസ്വരൂപ ഇവിടുത്തെ ഉണ്ട്. ഇവിടെ കോലമഹർഷി തപസ് ചെയ്ത മേലെ അവിടെ മൂകാസുരനെ അവർക്ക് പൂജ ചെയ്യാൻ പിന്നെ ഏതൊക്കെ വിട്ടില്ല. ആ സമയത്തിൽ മൂകാംബിക്ക് മൂകാസുരനെ കൊന്നത്. കുടജാദ്രി വിശേഷം 64 തീർത്ഥങ്ങളുണ്ട് ഇവിടെ. പിന്നെ 64 സസ്യ ഔഷധി പ്രഭേദങ്ങളുണ്ട് ഇവിടെ. ഭക്തന്മാർ ഇഷ്ടം പോലെ വേറെ സമയത്തിൽ പ്രാർത്ഥന ചെയ്താൽ അവരുടെ കഷ്ടങ്ങൾ തീരുവാനിട്ട് ഒരു വാടിക്കുണ്ട് ഇവിടെ. മുകളിലായി ഉത്തമകർമ്മത്തിൽ പൂജകൾ പുലരുന്ന മഹേശ്വരി ക്ഷേത്രം വൈദിക പാരമ്പര്യത്തിലുള്ളതാണ്. ഭദ്രകാളിയാണ് ഉപദേവത. കുടജാദ്രിയിലെ 64 തീർത്ഥങ്ങളിൽ ഒരു തീർത്ഥം സമീപത്തുള്ള ജലാശയത്തിൽ പതിക്കുന്നു. ഇവിടെ ശുദ്ധി വരുത്തി ക്ഷേത്രദർശനം നടത്തണം.